السلام عليكم ورحمة الله وبركاته. الحمد لله اللهم صل على محمد وعلى آل محمد أما بعد. സ്നേഹമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഈ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ നമ്മിലേക്ക് ദിനേന വന്നുകൊണ്ടിരിക്കുന്ന എത്രയോ വാർത്തകൾ, മരണവാർത്തകൾ, അപകടവാർത്തകൾ പലതും നമ്മൾ പലപ്പോഴും അവയൊക്കെ കണ്ണും പൂട്ടി അങ്ങ് ഫോർവേഡ് ചെയ്യുകയാണ്, ഷെയർ ചെയ്യുകയാണ്. 2 ദിവസം മുമ്പ് ഈ ഉണ്ടായ ഒരു അനുഭവം പങ്കുവെക്കാനാണ് ഞാനിപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. എനിക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് കിട്ടി. ഒരു ചെറുപ്പക്കാരൻ്റെ ഫോട്ടോ അതിൽ കൊടുത്തിരിക്കുന്നു. അതിൻ്റെ അടിക്കുറിപ്പായി കൊടുത്തിരിക്കുന്നത് എന്താണ്? നാളത്തെ മണവാളൻ ഇന്ന് മരണപ്പെട്ടു, മണവാട്ടിയില്ലാതെ ഒറ്റക്ക് ഖബറിലേക്ക് യാത്രയായി എന്ന് കണ്ടപ്പോൾ വളരെ സങ്കടം തോന്നി. ഒരു നല്ല ചെറുപ്പക്കാരൻ ഈ ഒരു അടിക്കുറിപ്പും കൊടുത്തിട്ട് അതിൻ്റെ താഴെ വിവാഹ ഇൻവിറ്റേഷൻ ലെറ്റർ കൊടുത്തിരിക്കുന്നു. ഞാനത് കണ്ടപ്പോൾ എനിക്ക് പരിചയമുള്ള ഒരു പ്രദേശത്തുള്ള അഡ്രസ്സാണ് ആ കല്യാണക്കത്തിൽ കാണുന്നത്. ആർക്കും മനസ്സിന് വല്ലാത്ത വിഷമം തോന്നുന്നൊരു വാർത്തയായിരുന്നു അത്. എനിക്കത് ഫോർവേഡ് ചെയ്ത പ്രിയപ്പെട്ട ഒരു സഹോദരനോട് ഞാനത് തിരിച്ച് അയാൾക്ക് അയച്ചു കൊടുത്തുകൊണ്ട് ചോദിച്ചു, ഈ മരണം എപ്പോഴാണ് നടന്നത്? ഇത് നിങ്ങളുടെ നാട്ടിലാണല്ലോ, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്ന്. അദ്ദേഹം കൈമലർത്തുകയാണ്. ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഒരു മരണം നടന്നിട്ടില്ല. ഈ കത്തിൽ കാണുന്ന ഈ രൂപത്തിലുള്ള വിവാഹം ഇവിടെ നടന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ജില്ലയോ സ്ഥലമോ ഒന്നും ഞാൻ പറയുന്നില്ല, ആളുകളെയും പറയുന്നില്ല. കാരണം അതാർക്കും ഒരു വിഷമമാകരുതല്ലോ. ഇതിൽ ഉൾക്കൊള്ളേണ്ടുന്ന പാഠം നിങ്ങളെ എല്ലാവരുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് പ്രിയമുള്ളവരെ ഞാനിത് ഓർമ്മപ്പെടുത്തുന്നത്. ആ കല്യാണക്കത്തിൽ കണ്ട ഫോൺ നമ്പറിൽ അന്വേഷണങ്ങൾ നടത്തി. ആ കല്യാണക്കത്തും അതുമായി ബന്ധപ്പെട്ട ഈ വാർത്തയുമൊക്കെ എത്രത്തോളം തവണ ഫോർവേഡ് മെനി ടൈംസ് എന്നാണ്, ധാരാളക്കണക്കിന് ആളുകളിലേക്കാണ് ആ മെസ്സേജ് എത്തിയിട്ടുള്ളത്. പറയുന്നത് എന്താണെന്നറിയാമോ? ആ വിവാഹത്തിലെ വരൻ മരണപ്പെട്ടു, വധുവിനെ തനിച്ചാക്കി. നാളെ നടക്കേണ്ട വിവാഹത്തിലേക്ക് മണവാളൻ ഇന്നില്ല. അദ്ദേഹം ഇന്ന് മണിയറയിൽ കയറേണ്ട മണവാളൻ ഖബറിലേക്ക് ഒറ്റക്ക് മണവാട്ടിയില്ലാതെ യാത്രയായി എന്നാണ്. നമുക്ക് ചിന്തിക്കേണ്ടുന്ന കാര്യമാണ്. ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ? ഇങ്ങനെ നാളെ വിവാഹം നടക്കാനിരുന്ന ഒരു ചെറുപ്പക്കാരൻ ഇന്ന് മരണപ്പെട്ടിട്ടുണ്ടോ? സംഗതി നടന്നിട്ടുണ്ട്, അത് ശരിയാണ്. പക്ഷെ അത് നടന്നത് മറ്റൊരു ജില്ലയിലാണ്. മറ്റൊരു വ്യക്തിയാണ് മരണപ്പെട്ടിട്ടുള്ളത്. ആ വ്യക്തിയുടെ ഫോട്ടോയും ആ വിവരങ്ങളും ഉൾക്കൊള്ളുന്ന വോയിസ് കൊടുത്തുകൊണ്ട് അടിയിൽ കൊടുത്തത് വിവാഹ ക്ഷണക്കത്ത് മറ്റൊരു ജില്ലയിലെ. ആ ജില്ലയിലെ വിവാഹമൊക്കെ നടന്നു കഴിഞ്ഞുപോയി. അതിലെ വധുവും വരനുമൊക്കെ ജീവിച്ചിരിപ്പുമുണ്ട്. ബന്ധപ്പെട്ട വീട്ടിലേക്ക് ക്ഷണക്കത്തിൽ കാണുന്ന നമ്പറിൽ വിളിച്ചു ചോദിക്കുമ്പോഴാണ് അറിയുന്നത്, ഇങ്ങനെ ഞങ്ങളോട് കുറേ ആളുകളായി വിളിച്ചു ചോദിക്കുന്നു, ഞങ്ങളുടെ വിവാഹം നടന്നു, ഞങ്ങളുടെ വരന് യാതൊരു പ്രശ്നവുമില്ല, ആരോഗ്യത്തോടു കൂടെ ഉണ്ട്. ഇത് ഞങ്ങളോട് ആരോ വെറുപ്പുള്ള, ഞങ്ങളോട് ആരോ എതിർപ്പുള്ള, ആരോ ഞങ്ങളുടെ കാര്യത്തിൽ ദുഷ്പ്രചരണം നടത്തിയതാണ്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇങ്ങനെയും മനുഷ്യന്മാർക്ക് ക്രൂരത ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. ഒരു മരണത്തെ മറ്റൊരു വിവാഹത്തിൻ്റെ മരണമാക്കിക്കൊണ്ട് വാർത്ത കൊടുക്കുക, അത് ഫോർവേഡ് മെനി ടൈംസ് എന്ന രൂപത്തിൽ ധാരാളമായി പ്രചരിപ്പിക്കപ്പെടുക. ഇങ്ങനെയൊക്കെ വാർത്തകൾ ഇന്ന് സമൂഹത്തിൽ സംഭവിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഞാനിത് സൂചിപ്പിക്കുന്നത് എന്തിനാണ്? നമ്മൾ ചിന്തിക്കണം. നമുക്ക് വരുന്ന വാർത്തകൾ പെട്ടെന്ന് എത്ര സഹതാപം തോന്നുന്ന വാർത്തകളാണെങ്കിലും ചില വാർത്തകളൊക്കെ നമ്മളൊന്ന് അന്വേഷിച്ചിട്ടേ നമ്മളത് ഫോർവേഡ് ചെയ്യാവൂ. എനിക്കതിന്ന് കിട്ടിയപ്പോൾ എനിക്കത് അയച്ചു തന്ന വ്യക്തി, അദ്ദേഹം ഒരു നിരപരാധിയായിരിക്കാം. അദ്ദേഹം ഇതിനെക്കുറിച്ച് ഒന്നും ചിന്തിച്ചില്ല. ആളുകൾ ഇത്രയുള്ളൂ മനുഷ്യന്റെ കാര്യം എന്ന് ചിന്തിച്ചോട്ടെ എന്ന നിലക്ക് ഫോർവേഡ് ചെയ്തതാണ്. പക്ഷേ അതുണ്ടാക്കിയ ദുരന്തം നിങ്ങൾ നോക്കൂ. അങ്ങനെ ഒരു വാർത്ത തന്നെ തെറ്റായിരുന്നില്ലേ? മരണം നടന്നത് വേറൊരു രാജ്യത്ത്, കല്യാണക്കത്ത് കൊടുക്കുന്നത് മറ്റൊരു രാജ്യത്ത്. പേരിൽ പോലും വ്യത്യാസമാണ്. വരൻ്റെ പേര് ആ മരണപ്പെട്ട വ്യക്തിയുടെ പേരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പൊ സുഹൃത്തുക്കളെ, ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഫേസ്ബുക്കിലൂടെ അതേപോലെ തന്നെ വാട്സപ്പിലൂടെയൊക്കെ പലതും ഷെയർ ചെയ്യപ്പെടുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. ഇതുകൊണ്ടാണ് ഇസ്ലാം പറഞ്ഞത്, ഓരോ വാർത്തകളും ഷെയർ ചെയ്യുമ്പോൾ, ഫോർവേഡ് ചെയ്യുമ്പോൾ ചിന്തിക്കണം, ഇത് സത്യമാണോ അസത്യമാണോ എന്നുള്ളത്. പലപ്പോഴും നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളിലേക്ക് ഫോർവേഡ് ചെയ്യപ്പെട്ടതിൻ്റെ ശേഷമായിരിക്കും ഇത് ഫേക്ക് ന്യൂസ് ആണ് എന്ന വിവരം നമുക്ക് കിട്ടുക. നമ്മുടെ സങ്കടം എത്രത്തോളമായിരിക്കും?
എനിക്കത് അയച്ചിരുന്ന സഹോദരൻ തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സ് പൊട്ടി അദ്ദേഹം പശ്ചാത്തപിച്ചുകൊണ്ടാണ് എനിക്ക് രണ്ടാമത് അദ്ദേഹം വോയിസ് അയച്ചത്. നോക്കൂ നിങ്ങൾ, ഇങ്ങനെയാണ് പലപ്പോഴും നമ്മൾ കുടുങ്ങിപ്പോകുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കണമെന്ന് ഞാൻ ഇടക്കമുള്ള എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ്. ഇത്തരത്തിലുള്ള പ്രത്യേകിച്ച് മരണ വാർത്തകളും മറ്റു കാര്യങ്ങളും എന്തുമാവട്ടെ, ചിലതൊക്കെ ഒന്ന് സംശയത്തോടു കൂടെ തന്നെ കണ്ട് അന്വേഷണം നടത്താതെ നമ്മൾ ഒരിക്കലും ഫോർവേഡ് ചെയ്യരുത്. ഉറപ്പുള്ളതേ ഷെയർ ചെയ്യാവൂ. അള്ളാഹു എല്ലാം കാണുന്നുണ്ട്, നിരീക്ഷിക്കുന്നുണ്ട്. നമ്മുടെ റെക്കോർഡുകളിൽ പലതും അത് രേഖപ്പെടുത്തപ്പെട്ട് കിടക്കും. നാം ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടം നമുക്കായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നേരറിയാനും സൂക്ഷ്മതയോടുകൂടി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സജ്ജനങ്ങളിൽ ഉൾപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.